നമ്മുടെ കേരള ജനത ധനപ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം അതിജീവിച്ചു എന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ക്ഷേമ പെൻഷനുകളിലെ വർധനവാണ്. പക്ഷേ അത് ഉണ്ടായില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ബജറ്റിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ഈ ബജറ്റ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃക എന്നുള്ളത് മാത്രമല്ല, യൂണിയൻ ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ജനപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സവിശേഷത എല്ലാ മേഖലയെയും പരിഗണിച്ചു എന്നുള്ളതാണ്. കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുതൽ സമൂഹത്തിലെ ഏറ്റവും പ്രായം ചെന്നവരുടെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ വരെ പ്രതിപാദിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പശ്ചാത്തല വികസനത്തിൻ്റെയും മേഖലകളിൽ ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു നയരേഖയായി ബജറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ പറയുന്ന കൂട്ടത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ധനസ്ഥിതി, നികുതി പിരിവ് ഒന്നും തീരെ കാര്യക്ഷമമല്ല എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടു. അദ്ദേഹത്തിന് ബജറ്റ് നോക്കിയാലും ബജറ്റിന് മുമ്പേ കേരള സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള വിവിധ ഏജൻസികളുടെ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ നോക്കിയാലും മനസ്സിലാക്കുന്ന കാര്യം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ധനകാര്യ പെർഫോമൻസ് കേരളത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അത്രയും മികച്ച ഒരു പെർഫോമൻസ് നികുതി പിരിവിൻ്റെ കാര്യത്തിലും നികുതി പിരിവ് വർദ്ധിപ്പിച്ച് കൂടുതൽ തനത് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ നല്ല നിലയിൽ വികസനത്തിൻ്റെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും മേഖലയിൽ മികച്ച നിലയിൽ നയിക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരാണ് നിലവിലുള്ള സർക്കാർ എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ കാണേണ്ടത് 20% തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുമ്പോഴാണ് കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പണം നൽകാതെ സംസ്ഥാനങ്ങളെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. കേരളത്തോട് വലിയ നിലയിലുള്ള വിദ്വേഷമാണ് യൂണിയൻ ഗവൺമെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നികുതിയിലേക്ക് എത്താം. പക്ഷേ ശ്രീ ശിവദാസൻ, തനത് പദ്ധതികളിൽ കൂടി ഇത്തരത്തിൽ വിഭവ സമാഹരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ അതിൽ പ്രതീക്ഷയർപ്പിക്കുന്നത് സാധാരണക്കാരാണ്. അവർക്ക് അവരുടെ ക്ഷേമ പെൻഷൻ കൂടിയോ എന്നുള്ളതാണ് ഒരുപക്ഷെ ബജറ്റിൽ ആദ്യം ബജറ്റ് പ്രസംഗം കേൾക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുന്നതും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഒരു നിരാശ തന്നെയല്ലേ? ഈ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് പറയുന്നതൊക്കെ ഒരു തരത്തിൽ ഗിമ്മിക്കല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ശമ്പളം മുടങ്ങലുകൾ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ അതൊന്നും ജനങ്ങളുടെ ഇടയിലെത്തിക്കുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും മാധ്യമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിലാവട്ടെ, കോവിഡിൻ്റെ ഘട്ടത്തിൽ പോലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ശമ്പളം മുടങ്ങാതെ എല്ലാ അർത്ഥത്തിലും ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനം. ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ക്ഷേമ പദ്ധതികളിലൂടെ പെൻഷൻ നൽകുന്ന ഒരു സ്റ്റേറ്റാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം, 3.5 കോടി ജനസംഖ്യയുള്ള കേരളമാണ് 20 കോടിക്കടുത്ത് ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിനേക്കാളും കൂടുതൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത്. കേരളത്തിൻ്റെ ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള മഹാരാഷ്ട്ര എടുത്താൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്താൽ അവിടങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ ക്ഷേമ പെൻഷനുകൾ കേരളത്തിൽ കൊടുക്കുന്നു. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തർപ്രദേശ് എന്ന് പറയാൻ പറ്റില്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് പറയാൻ പറ്റില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേര് പറയാൻ പറ്റില്ല. അത് കേരളമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കും ഈ കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാർഷിക രംഗത്ത് ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കണം എന്ന അഭിപ്രായമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.